അതിനപ്പുറം ഒരു തെരീക്കത്തിന്റെ ഇമാമുമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര ഈ മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ അതിന്റെ ആവശ്യം? നേരിട്ട് പടച്ചോനോട് പറഞ്ഞാൽ പറ്റും. ഞാനതിൻ്റെ ആളാണ്. അപ്പൊ അതുകൊണ്ട് നാസർ സാഹിബ് മലയാളത്തിൽ പറഞ്ഞു ഇടയാളന്മാർ വേണ്ട. അല്ലാഹു അദ്ദേഹത്തിന് ഇൽമു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് അയാൾ കയറിയെത്തിയിട്ടുണ്ടാകാം. പക്ഷെ അയാൾ ഇൽമു പഠിച്ചിട്ടില്ല. അദ്ദേഹത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല, സഹതാപുണ്ട്. ഇൽമു പഠിച്ചില്ലല്ലോ എന്നുള്ള സഹതാപുണ്ട്. പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത്തരം വാക്കുകൾ പറയുകയില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ എന്താണ്? നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിൻ്റെ ആളാ, ഇടയാളന്മാർ വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത്. അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ടു? അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആയത്തറിയാമോ? ഹദീസ് അറിയാമോ? ഞാൻ പറയട്ടെ, 20ഓളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. 20ഓളം ഖുർആനിലെ ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ച 20ഓളം ആയത്തുകൾക്കെതിരാണ് പറഞ്ഞ ആശയം. ആര് തെറ്റ് പറഞ്ഞാലും തെറ്റാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മുഅ്മിനീങ്ങളുടെ ആശയം, ഞാൻ അവരുടെ ആളാണ്, ഞാൻ അതിൻ്റെ ആളാണ് എന്നൊരാൾ പറയുമ്പോൾ ആ ആശയം എന്തിൻ്റെതാണെന്ന് പഠിക്കണം. ആ ആശയം എന്തിൻ്റെതാണെന്ന് പഠിക്കണം. മുനാഫിക്കുകളുടെ ആശയമാണ് അള്ളാഹുവിൻ്റെ റസൂല് റെക്കമെൻഡിന് വേണ്ട എന്ന ആശയമെന്ന് പച്ചയായി ഖുർആൻ പറഞ്ഞതാണ്. സൂറത്തുൽ മുഅ്മിനൂൻ എന്നൊരു സൂറത്തുണ്ട് ഖുർആനിൽ. അതിൽ മുഅ്മിനീങ്ങളെ ലക്ഷണമാണ് പറയുന്നത്. സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട് ഖുർആനിൽ. വെള്ളിയാഴ്ച രാത്രി ഇശായിനും അതുപോലെ തന്നെ ഒക്കെ ഓതൽ സുന്നത്തുള്ള സൂറത്ത്. ആ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, വൈദാ ഖീല ലഹും യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് മുനാഫിക്കുകളോട്, കപടവിശ്വാസികളോട് പറയപ്പെട്ടാൽ അവരുടെ സ്വഭാവം എന്താണ്? അവർ തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂന, അതിനെ തടയുന്നവരായി നിങ്ങൾക്ക് ആ മുനാഫിക്കുകളെ കാണാൻ സാധിക്കും. വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളാണ്. അങ്ങനെ ഒരു മുഹമ്മദ് നബിന്റെ റെക്കമെൻഡ് ഒന്നും വേണ്ട, മധ്യവർത്തി വേണ്ട, ഇടയാളൻ വേണ്ട എന്ന് പറയുന്ന അഹങ്കാരമാണ് അവർക്ക്. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും, അത്തരം ആളുകൾക്ക് നബിയെ തങ്ങളും റെക്കമെൻഡ് ചെയ്താൽ പോലും അവരെ നമ്മൾ സ്വീകരിക്കൂല. തങ്ങൾ റെക്കമെൻഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ ഈമാനിലേക്ക് തിരിച്ചു വരാതെ, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. അല്ലാഹ് പുറത്തു കൊടുക്കണമെങ്കിൽ മുഅ്മിനീങ്ങളെ ആളാകണം. മുഅ്മിനീങ്ങളെ സ്വഭാവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡ് തേടലാണ്, നബി തങ്ങൾ മധ്യവർത്തിയാണെന്ന് വിശ്വസിക്കലാണ്. അങ്ങനെ ഖുർആനിൽ ഉടനീളം പഠിപ്പിച്ച ഒരാശയം, ആ ആശയത്തെ ചോദ്യം ചെയ്യുന്നവർ അവർക്കറിവില്ലാത്തത് കൊണ്ടാണ്. അവരോട് നമുക്ക് കംപ്ലൈന്റ് ഇല്ല, പ്രതിഷേധമല്ല, സഹതാപമുണ്ട്. എല്ലാവരും പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് പറയാണ്, മഴയില്ലാത്തത് കൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് പോയി. എന്നിട്ട് നബി തങ്ങളോട് ഇസ്തസ്ഖിലി ഉമ്മതിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് മഴ വാങ്ങിത്തരടേ എന്ന് ഖബറിന്റെ സമീപത്ത് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് 100% അംഗീകാരം കൊടുക്കുകയാണ്. അതൊരു കറാഹത്താണെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിക്കൂല. കാരണം നിസ്കരിച്ച സദസ്സിൽ നിന്ന് ദിക്റും ദുആയും നടക്കുന്നതിന് മുമ്പ് ഒരാൾ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ 2 ചുമരും പിടിച്ചിട്ട് ഇരിക്കടോ അവിടെ എന്ന് പറഞ്ഞ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു കറാഹത്ത് ചെയ്യാൻ അനുവദിക്കൂല. ആ ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ ഖബറിന്റെ സമീപത്ത് എന്ന് ഞാൻ നബി തങ്ങളോട് മഴയ്ക്ക് വേണ്ടി തേടി എന്ന് പറയുമ്പോൾ, മഴ വാങ്ങിത്തരാൻ വേണ്ടി തേടി എന്ന് പറയുമ്പോൾ അതിന് 100% അംഗീകാരം കൊടുക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് ഇസ്തിഗാസക്ക് തെളിവായി മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ ഇലാഹിൽ ഉദ്ധരിച്ചത്.
അതുപോലെ തന്നെ മറ്റു ചില ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചത് എന്ന് മാത്രമല്ല, ഈ ഹദീസ് സഹീഹാണെന്ന് ഇബ്നു കസീറാണ് രേഖപ്പെടുത്തിയത്. ഇബ്നു ഹജർ അസ്കലാനിയാണ് പറഞ്ഞത്. ലോകത്തുള്ള എല്ലാ ഹദീസ് പണ്ഡിതന്മാരും അത് സഹീഹാണെന്ന് പറഞ്ഞു. അപ്പൊ ആകയാൽ വഫാത്തിന് ശേഷവും വഫാത്തിന് മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി കണ്ടവരാണ് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും, ലോകത്തുള്ള മുഴുവൻ ഇമാമീങ്ങളും. ആ ഇമാമീങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഖുർആൻ എന്താണെന്നറിയാതെ, ഖുർആനിന്റെ തഫ്സീറുകൾ അറിയാതെ, ഹദീസുകൾ അറിയാതെ ഇമാമീങ്ങളും മശായിഖന്മാരൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് അറിവുകേടാണ്. ഇനിമേലിൽ അത്തരം അറിവുകേട് ഒരാളും, രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും പാർട്ടിയിൽ ഇല്ലാത്തവരാണെങ്കിലും അത്തരം അറിവുകേട് വിളമ്പരുത് എന്നും, അറിവുള്ളവരോട് ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ എന്ന് ചോദിക്കൂ നബിയെ. ഒരിക്കലും തുല്യമല്ല. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ആലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കൂ. ഇങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളിൽ സംശയങ്ങളുള്ളവർ അവരെ സംശയം തീർക്കുകയല്ലാതെ അവർ കിട്ടുന്ന വേദികളിൽ ശൈഖന്മാരെയും ഇമാമീങ്ങളെയും അതേ താഴ്ത്തി സംസാരിക്കുകയും അതുപോലെ തന്നെ ഞാൻ ഇടയാളൻ വേണ്ട എന്ന അഭിപ്രായക്കാരനാണ് എന്നതൊരു വലിയ മാന്യതയാണ് എന്ന് മനസ്സിലാക്കി പറയുകയും ചെയ്യരുത് എന്ന് വിനയപൂർവ്വം ഞാൻ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അവർ ആലോചിക്കണം, അറിവില്ലാത്തത് പറയരുത്, അറിവുള്ളതേ പറയാവൂ. അറിവില്ലാത്ത ജനങ്ങൾ അവരെ പിഴപ്പിച്ചിട്ടുണ്ടാകാം. ഒരറിവുമില്ലാത്ത മൗലവിമാര് എത്രയോ സാധുക്കളായ ആളുകളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവർ അവരുടെ അറിവുകേട് വലിയ അറിവാണെന്ന് വിചാരിച്ച് ഖുർആൻ പറയുന്നത് പോലെ യസ്സബൂന അന്നഹും യസ്നൂന സുൻആ, ഞങ്ങളിത് വലിയ സൽക്കർമ്മമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അവർ പോയി അബദ്ധത്തിൽ ചാടുകയാണ്. അങ്ങനെ അബദ്ധത്തിൽ ചാടിയവരാണ് അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടിക്കൊന്നത്. അവർ വിചാരിച്ചത് ഒരു സൽക്കർമ്മമാണ്, അലി റളിയല്ലാഹുവിനെ ശിർക്ക് ചെയ്ത മുശ്രിക്കാണ്, അയാൾ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ നല്ലതാണ് എന്ന് വിചാരിച്ചു. അവരെ പറ്റിച്ചത് ആ ഖവാരിജിന്റെ നേതാക്കളായ ആളുകളാണ്. അതിൽ പെട്ടുപോയവനാണ് അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞത്. അങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കോ തീവ്രവാദ ശൈലിയിലേക്കോ തീവ്രവാദ ആശയത്തിലേക്കോ ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പുത്തനാശയത്തിലും ജനങ്ങൾ പെട്ടുപോകരുത്. അതിന് ഇവിടെ നിരന്തരം പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അത് പഠിപ്പിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരുണ്ടാകണം, അത് പ്രസംഗിക്കാൻ പറ്റുന്ന പ്രസംഗകരുണ്ട്.